ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. വെളപ്പായ ചൈന ബസാറിൽ വിഷപ്പുല്ല് ഭക്ഷിച്ച് 5 പശുക്കൾക്ക് ദാരുണാന്ത്യം സംഭവിച്ച കുഴിപ്പറമ്പിൽ വീട്ടിൽ രവിക്ക് കേരള ഫീഡ്സ് ലിമിറ്റഡ് നൽകുന്ന 2 പശുക്കളുടെ കൈമാറലും ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന ചടങ്ങും നടന്നു. മൃഗസംരക്ഷണം ക്ഷീരവികസനം വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കൈമാറൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷീരമേഖലയിലെ കർഷകരെ സംരക്ഷിക്കുവാൻ വെറ്ററിനറി ആംബുലൻസുകളുടെ സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. 152 ബ്ലോക്ക് പഞ്ചായത്തുകൾക്കാണ് ആംബുലൻസ് കൊടുക്കുന്നത്. 29 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ആംബുലൻസുകൾ കൊടുത്തു കഴിഞ്ഞു. 68 വാഹനങ്ങൾ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ നടക്കുകയാണ്. കൂടാതെ 8 കോടിയുടെ ഇൻഷുറൻസ് പദ്ധതിയും നടപ്പിലാക്കിക്കൊണ്ട് കരുത്തുറ്റ പ്രവർത്തനമാണ് ക്ഷീരമേഖലയിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നമ്മൾ വാഹനം കൊടുക്കാൻ പോവുക. വെറ്റിനറി ആംബുലൻസ് 29 ആംബുലൻസുകൾ ഞങ്ങൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇപ്പോൾ 68 വാഹനങ്ങൾ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ രജിസ്ട്രേഷൻ നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം രജിസ്ട്രേഷൻ ഇപ്പോൾ പൂർത്തീകരിച്ചാൽ അതിൻ്റെ ഉദ്ഘാടനം കേരളത്തിൽ നടക്കും. നമുക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന എല്ലാ ബ്ലോക്കുകളിലും ഇനി കുറച്ച് ഫണ്ട് കൂടെ അനുവദിക്കണം. നമ്മൾ ബഡ്ജറ്റിൽ ഇപ്പോൾ ഞങ്ങൾക്ക് പണം മാറ്റി വെച്ച് തന്നു. അത് നമുക്ക് വരാൻ പോകുന്ന സമയത്ത് ബാക്കിയുള്ള ബ്ലോക്കുകളിൽ കൂടി നടപ്പിലാക്കിയാൽ ഒരു പശു കർഷകൻ ഒരു പശുവിനൊരു ബുദ്ധിമുട്ട് വന്നാൽ വളരെ പെട്ടെന്ന് വിളിക്കാൻ ഡോക്ടറെ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. ശരിയാ, ചില ഡോക്ടേഴ്സ് എടുക്കത്തില്ല. ഇവിടുത്തെ ഡോക്ടർ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ലെങ്കിൽ നല്ലത്. എല്ലാ ഡോക്ടർമാരും ഇതുപോലെ ആയിരുന്നെങ്കിൽ കേരളത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. പക്ഷേ പലയിടവും ഡോക്ടർമാരെടുക്കത്തില്ല. ഫോൺ വിളിച്ചാൽ എടുക്കില്ല, മന്ത്രി വിളിച്ചാൽ എടുക്കും. അതുകൊണ്ട് മന്ത്രി തന്നെ നേരിട്ട് ആ പഞ്ചായത്ത് എവിടാന്ന് മനസ്സിലാക്കി അവിടെ വേണ്ടുന്ന സൗകര്യം ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. വെറ്റിനറി ഡോക്ടർമാർക്ക് ഞങ്ങൾ താക്കീത് കൊടുക്കുന്നുണ്ട്. കൃത്യമായി 9 മണി മുതൽ 3 മണി വരെ അവരുടെ പ്രവർത്തനം ശക്തമായി നിലയിൽ കൊണ്ടുവരണം. ഇവിടുത്തെ പശുവിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നമ്മുടെ ഇവിടുത്തെ വെറ്റിനറി ഡോക്ടർ ഓടിയെത്തി വേണ്ടുന്ന എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു എന്ന് കേട്ടു. വളരെ സന്തോഷം തോന്നി. കുട്ടി കർഷകൻ്റെ അവിടെ ചെന്നപ്പോഴും ആ ഡോക്ടർ നല്ല പ്രവർത്തനം നടത്തിയ ഡോക്ടർ അങ്ങ് കരയുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള മൃഗഡോക്ടർമാരും കേരളത്തിലുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് നമുക്ക് രാത്രിയിലും അവരുടെ വീട്ടിന് മുറ്റത്ത് ഈ വാഹനം ഓടിയെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ വാഹനം കൊണ്ടുവരുന്നത്. ഡോക്ടർമാരെ വിളിക്കാതെ 1962 എന്ന് പറഞ്ഞ ഒരു നമ്പറിൽ കോൾ സെന്ററിൽ അവിടെ വിളിച്ചാൽ നിങ്ങൾ ഏത് പഞ്ചായത്തിലെ ഏത് പ്രദേശമെന്ന് ചൂണ്ടിക്കാണിച്ചാൽ ആ പ്രദേശത്ത് ഈ വാഹനം ഓടിയെത്തും. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മരിച്ചു വന്നിരുന്ന പശുക്കൾ തൻ്റെ കൈകൊണ്ട് തന്നെ അബദ്ധത്തിലാണെങ്കിൽ പോലും സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയാസമാണ് രവിച്ചേട്ടൻ്റെ കുടുംബം ആ ദിവസങ്ങളിൽ അനുഭവിച്ചിരുന്നത്. ഞങ്ങൾ നിയമസഭയിലായിരുന്നു. എന്നെ തോമസൻ രാവിലെ തന്നെ ഈ വിവരം വിളിച്ച് അറിയിച്ച ഉടനെ തന്നെ ഞങ്ങൾ നിയമസഭയിൽ വെച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയായി ഡിസ്കസ് ചെയ്തിരുന്നു. മന്ത്രിക്ക് ഉടനെ തന്നെ ഞാനൊരു കത്ത് എഴുതി കൊടുത്തിരുന്നു. അവരെ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി ലഭിക്കാനും എല്ലാ മേഖലകളിലേക്കും ഇവരെ സഹായിക്കാൻ ആവശ്യമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രി കൊടുത്തിരുന്നു. നമുക്കറിയാം, ഇന്ന് ഇവേട്ടനെ സംബന്ധിച്ചിടത്തോളം 8 പശുക്കളാണ്. ശ്രീകുമാരേട്ടൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവയെ പരിപാലിക്കുക എന്നതാണ് ഇനി അടുത്ത ഘട്ടം, തൊഴുത്തുൾപ്പെടെയുള്ളവ. എങ്കിലും ഇങ്ങനെ ഒരു അത്യാപത്തുണ്ടാകുമ്പോൾ സഹജീവി സ്നേഹത്തോടുകൂടി വളരെ സജീവമായി ഇടപെട്ട ഒട്ടേറെ വ്യക്തിത്വങ്ങളുണ്ട്. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ അജിത് ബാബു, ഡയറക്ടർ ക്ഷീരവികസന വകുപ്പ് N വീണ എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് തലക്കോടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV ബിജു, കേരള ഫീഡ്സ് ലിമിറ്റഡ് ചെയർമാൻ K ശ്രീകുമാർ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അഡ്വക്കേറ്റ് അജിത് ബാബു, ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വീണ N, പാൽ സഹകരണ സംഘം പ്രസിഡന്റ് KR സുരേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ്, അവണൂർ.